അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ഇനി നമ്മുടെ മുമ്പിൽ കൃത്യം 2 ആഴ്ച കൂടി ഉള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു പോകും. അവിടെ നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇനി അടിപൊളിയായിട്ട് ഒരു വർഷം നമ്മൾ സൂപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറി പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു വന്നത്. അത് അത്യാവശ്യം ഡിഫിക്കൽട്ടായ കോൺസെപ്റ്റുകളും കുറച്ച് ഈസി ആയ കൺസെപ്റ്റുകളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇതെങ്ങനെ കൃത്യമായിട്ട് ആദ്യം മുതലേ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, എങ്ങനെ നന്നായി പഠിച്ചു തുടങ്ങാം. ഇതിനാദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്നുള്ളതാണ്. ഏതൊക്കെയാണ് നിങ്ങളുടെ ഈ വർഷം ആദ്യം തന്നെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സിന്റെ പേരുകൾ. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വരകളും വട്ടങ്ങളും, ലൈൻസ് ആൻഡ് സർക്കിൾസ്. രണ്ടാമത്തെ ചാപ്റ്റർ സംഖ്യാലോകം, നമ്പർ വേൾഡ്. മൂന്നാമത്തത് ഗുണന രീതികൾ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഹരണ രീതികൾ, ഡിവിഷൻ മെത്തേഡ്സ്, ഭാഗങ്ങളുടെ സംഖ്യകൾ, പാർട്ട് നമ്പർ, സമയത്തോടൊപ്പം വിത്ത് ദ ടൈംസ്. ഇത് ഞാൻ പറയുവാണെങ്കിൽ ഈ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങളുണ്ട്. ഇത് പഠിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇനി 15 ദിവസം മാത്രമേ ഉള്ളൂ. കാരണം പാഠഭാഗം തുടങ്ങിക്കഴിഞ്ഞാൽ പുതിയ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങും. അതിനു മുന്നേ നിങ്ങൾ ബേസിക് ആയിട്ട് ഈ ചാപ്റ്റേഴ്സിന് ആവശ്യമായ കാര്യങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം വർക്ക് ഓൺ ബേസിക്സ്. അതായത് ഫോർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചാപ്റ്റർ നോക്കിയേ, വരകളും വട്ടങ്ങളും, ലൈൻസ് ആൻഡ് സർക്കിൾസ്. ഈ ഒരു പാഠത്തില് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വരകളെ പറ്റിയും, എങ്ങനെ ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കാം, കോമ്പസ് എങ്ങനെ ഉപയോഗിക്കാം, വൃത്തം എങ്ങനെ വരയ്ക്കാം, ഇതൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ വരയ്ക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് നിങ്ങൾക്ക് കയ്യിൽ കരുതണം. അതിലെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഓരോ സാധനങ്ങളും എങ്ങനെയാ ഉപയോഗിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ വേൾഡ് ആണ്, സംഖ്യാലോകം. കഴിഞ്ഞ വർഷം നമ്മൾ സംഖ്യകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ? പല പല നമ്പേഴ്സ്, 10,000 എങ്ങനെ വായിക്കാം, സ്ഥാനവില, പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ഗുണന രീതികൾ, നാലാമത്തെ ചാപ്റ്റർ ഹരണ രീതികൾ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. നിങ്ങൾക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അപ്പൊ നിങ്ങൾ ഇനി വരുന്ന 15 ദിവസം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ സൂപ്പറായിട്ട് ചെയ്യാമെന്നും ഡിവിഷൻ എന്തൊക്കെയാ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടതെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഭാഗങ്ങളുടെ സംഖ്യകളും സമയത്തോടൊപ്പവും, ഈ 2 ചാപ്റ്ററും കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഭാഗങ്ങളുടെ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഭിന്ന സംഖ്യകളെ കുറിച്ചാണ്, നിങ്ങൾക്കറിയാം ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്. സമയത്തോടൊപ്പം വിത്ത് ദ ടൈംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അതിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് സമയത്തിനെ കുറിച്ച്. 24 hour ക്ലോക്ക്, 12 hour ക്ലോക്ക്, ട്രെയിൻ ടൈം, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഈ കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഈ ബേസിക് ആയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ നമ്മൾ ഒന്നാമത് തന്നെ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് സ്കൂൾ തുറക്കുമല്ലോ, പാഠങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ആ സമയത്ത് ഓരോ പാഠങ്ങൾ കഴിയുമ്പോഴും ആ പാഠത്തിലെ, ആ ചാപ്റ്ററിലെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ എക്സാമിന്റെ സമയത്ത് ബുദ്ധിമുട്ടുന്നത്. ഇത് സോൾവ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾ വിചാരിക്കും എത്ര പഠിച്ചൊരു മിസ്സേ ഓർമ്മ നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് മാത്ത് ഇൻ യുവർ ലാംഗ്വേജ്. ഒരിക്കലും മാത്സ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ ഇംഗ്ലീഷിലേ പഠിക്കൂ എന്ന് വിചാരിക്കരുത്. മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടിയാ, മലയാളത്തിലേ ഞാൻ മാത്സ് പഠിക്കൂ എന്ന് വിചാരിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് അതിൽ നിങ്ങൾക്ക് പഠിക്കാം. മാത്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് എന്നോ മലയാളം എന്നോ അങ്ങനത്തെ മീഡിയം ഇല്ല. അണ്ടർസ്റ്റാൻഡ് മാത്ത് ഇൻ യുവർ ലാംഗ്വേജ്. അതായത് കാസർഗോഡുള്ളവർക്ക് വേറൊരു ലാംഗ്വേജ് ആണ് അല്ലേ, മലയാളം തന്നെയാണെങ്കിൽ വേറൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ മാത്സ് പഠിച്ചോ? മാത്സിന് കൃത്യമായിട്ടൊരു ഭാഷയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ മാത്സ് പഠിക്കാം. അതിൽ
ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ സിബ്ലിങ്സിന്, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഏട്ടനോ അനിയനോ ആരോ ആവട്ടെ, അവരെന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന മാത്സ് പഠിപ്പിച്ചു കൊടുക്കുക. സൂപ്പർ ആയിരിക്കും. റെഡി? അപ്പൊ എന്ത് ചെയ്യുക, മാത്സ് അതേപോലെ പഠിച്ചു തുടങ്ങുക. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഷോർട്ട് നോട്ട്സുകൾ എഴുതി വെക്കുക. ഓരോ പാഠം കഴിയുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതും എന്തായിരിക്കും, കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സൈലം കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, വേഗം തന്നെ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് കാണാം.